ഏയ് ഹലോ. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് തൃശ്ശൂർക്ക് പോവാം കേട്ടോ. തൃശ്ശൂർ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ചിറ്റയുടെ മോൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പകുതി എത്തിയപ്പോഴെ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ആലോചിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പോൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലമൊക്കെ ആവുന്നു ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട്. ഇത്ര നാളായിട്ട് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനലി കിട്ടിയാൽ പറഞ്ഞു നീ ഇട്ടോ, എന്തായാലും നിനക്കിഷ്ടമാണെങ്കിൽ നീ ഇട്ടോളാൻ പറഞ്ഞു. പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാണ് കല്യാണത്തിന് പോയത് കേട്ടോ. എന്തായാലും മറ്റുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ ഹാപ്പിയാക്കാം എന്നുള്ളൊരു പോയിന്റിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതേ ഫൈനലി ചെറുക്കനാണ് ഇട്ടത്. അപ്പോൾ ആൾ കാറിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ കാറിൽ നിന്നൊക്കെ ഇറക്കി അമ്പലത്തിലോട്ട് കൊണ്ടുവന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഹെയറിലൊക്കെ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ 2 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഓരോന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം എന്തേണ്ട കണ്ടില്ലേ, കോംബോ ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ മണ്ഡപത്തിലോട്ട് പോവാണ് കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരും. അതിന് ശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാനും കിട്ടുന്നോട്. കുറേ ടൈം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങി. അവരെ കാണുന്നില്ലല്ലോ. ഇതിന് ശേഷം വേണമല്ലോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാനും. മെയിനായിട്ട് അതാണല്ലോ പ്ലാനിങ്. അപ്പോൾ അങ്ങനെ ഫൈനലി ചെറുക്കനും പെണ്ണിനെയും എന്തേണ്ട സ്റ്റേജിലോട്ട് കയറ്റാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടുള്ള ചിരിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അതിനുശേഷം ഇറങ്ങി കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊരു പാടത്തോട്ട് പോയായിരുന്നു കേട്ടോ. എവിടെ പോയാലും പരിപാടി അവതരിപ്പിച്ചാലും നമുക്കൊരു സെൽഫിയൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ തേണ്ട ഫൈനലി അമ്മയും മക്കളും കൂടെ നിന്നുള്ള വീഡിയോസൊക്കെ എടുത്തു. ഈവനിങ്ങിന് പോവാം കേട്ടോ. ഈവനിങ് ഫംഗ്ഷന് ഞാനൊരു ലെഹങ്കയും ഏട്ടന് ഷർട്ടും പാൻറ്റും ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പം വെറൈറ്റി ടീയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പക്ഷെ നമ്മൾ നോർമലും നമ്മുടെ ചായ തന്നെ കഴിക്കണമല്ലോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ രണ്ടും കൂടെ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. സ്റ്റേജിൻ്റെ കാര്യങ്ങളും ആൾക്കാരെല്ലാം റെഡിയായി. പെണ്ണും ചെറുക്കനും വന്നു. അതിനുശേഷം കേക്ക് കട്ടിങ്ങും വിളക്ക് കൊളുത്തും ഒക്കെ കഴിഞ്ഞു. കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആട്ടോ ഇത്. അവർ ഫാമിലിയൊക്കെ ആയിട്ട് കേക്ക് കട്ടിങ്ങും എൻജോയ് ചെയ്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും താഴെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടനാണെങ്കിൽ ഫുൾ ബിസി. അതിന് ശേഷം എന്താണ്ടോ പുള്ളി അവിടെ എല്ലാവരും കയറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വീഡിയോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.